Hello everyone, welcome to X and Y Olympiads. IOQM 2021 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെറ്റ് ABCD be a rectangle in which AB plus BC plus CD equal to 20. ഓക്കെ, ഒരു ABCD റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡ്സിൻ്റെ ലെങ്ത്തിൻ്റെ സം എന്ന് പറഞ്ഞാൽ 20 ആണ്. ആൻഡ് AE equal to 9 where E is the mid point of the side BC. സൈഡ് BCയുടെ മിഡ് പോയിന്റിലാണ് E എന്നുള്ള പോയിന്റ് ഉള്ളത്. സോ AE equal to 9 ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. സോ ലെറ്റ്സ് ഡ്രോ ദ റെക്റ്റാങ്കിൾ. ഇവിടെ റെക്റ്റാങ്കിൾ ABCD അല്ലേ, ABCD ഇതിൽ AB പ്ലസ് BC പ്ലസ് CD 20 ആണ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് AB ഈക്വൽ ടു X. അങ്ങനെയാണെങ്കിൽ CDയും X നമുക്ക് BC Y ആക്കി എടുക്കാം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? X പ്ലസ് Y പ്ലസ് X ഈക്വൽ ടു 20. 2X പ്ലസ് Y ഈക്വൽ ടു 20. ഇത് ഇക്വേഷൻ 1 ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇവിടെ E എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് അല്ലേ. E എന്ന് പറഞ്ഞാൽ BCയുടെ മിഡ് പോയിന്റ് ആണ്. BCയുടെ മിഡ് പോയിന്റ് ആണ്. ആൻഡ് AE ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. സോറി 9 യൂണിറ്റ് എത്രയാണെന്നുള്ള 9 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ABE, ഇവിടെ ട്രയാങ്കിൾ ABE കൺസിഡർ ചെയ്യാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. സോ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? AB സ്ക്വയർ പ്ലസ് BE സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ ആണെന്ന് പറയാം. ഇവിടെ BE ഈക്വൽ എത്ര ആയിരിക്കും? Y/2 ആയിരിക്കും. കാരണം BC Y ആക്കി എടുക്കുകയാണെങ്കിൽ BE അതിന് മിഡ് പോയിന്റ് അല്ല, E എന്നുള്ള മിഡ് പോയിന്റ് ആണെങ്കിൽ BE അതിൻ്റെ ഹാഫ് ആയിരിക്കും. സോ Y/2 ആയിരിക്കും. നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ AB സ്ക്വയർ അതായത് X സ്ക്വയർ പ്ലസ് Y/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ. സോ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 81. ഈ 4 ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? 4x സ്ക്വയർ. 4 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ ടേംസും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഈക്വൽ ടു 81 ഇൻറ്റു 4 ഈക്വൽ ടു 324. ലെറ്റ്സ് സേ ഇക്വേഷൻ 2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 1ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സും വൈയും സ്ക്വയർ ടേംസിലാണ് അല്ലേ. സോ നമുക്ക് ഇക്വേഷൻ 1നെയും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യാം. സോ അവിടെയും സ്ക്വയർ ടേംസ് ആവും. സോ സ്ക്വയറിങ് ഇക്വേഷൻ 1. നമ്മൾ ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാവും? ഇക്വേഷൻ 1 സ്ക്വയർ ചെയ്താൽ നമുക്ക് 2x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 20 സ്ക്വയർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു A പ്ലസ് B ഹോൾ സ്ക്വയർ ചെയ്യല്ലേ. സോ ചെയ്യുമ്പോൾ 4x സ്ക്വയർ പ്ലസ് Y സ്ക്വയർ പ്ലസ് 4xy ഈക്വൽ ടു 400. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ടത് എന്താണ്? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണല്ലേ. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈ ആണ്. സോ എക്സ് ഇൻറ്റു വൈൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. നമ്മൾ ഈ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 3 ആക്കി എടുക്കാം. ഇക്വേഷൻ 3ഉം 2ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ടേംസ് തമ്മിൽ ക്യാൻസലായി 4xy എന്നുള്ള ടേം മാത്രം ബാലൻസ് ആയി കിട്ടും അല്ലേ. സോ നമുക്ക് XY ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് XYൻ്റെ വാല്യൂ കാണാൻ പറ്റും. So 3 - 2 ചെയ്യുമ്പോൾ ഇവിടെ 3 - 2 will become 4xy equal to 400 minus 324 which is equal to എത്ര? ഇവിടെ 80 പോയി 76 വരും അല്ലേ. 76. 4xy equal to 76 വരും. So xy equal to 76/4 equal to എത്ര വരിക? 76/4 which is equal to 19. സോ x ഇൻറ്റു വൈ അതായത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ 19 ആണെന്ന് കിട്ടി. നമ്മുടെ ആൻസർ വരിക ഇവിടെ 19 ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ABCD എന്നുള്ളൊരു റെക്റ്റാങ്കിൾ ആണ്. സോ ലെറ്റ്സ് ഡ്രോ ABCD. ഓക്കെ, ABCD ഇതിൽ നമുക്ക് E എന്നുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട് വിച്ച് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ BC ആൻഡ് AE ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 9 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ AB നമ്മൾ X ആക്കി എടുത്തു, BC Y ആക്കി എടുക്കുകയാണെങ്കിൽ BE ഈക്വൽ ടു Y/2 ആവും അല്ലേ. നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയിരുന്നത്? 2x പ്ലസ് y ഈക്വൽ ടു 20 അല്ലേ. AB പ്ലസ് BC പ്ലസ് CD ഈക്വൽ ടു 20. അതുപോലെ x സ്ക്വയർ, ലെറ്റ്സ് സേ ഇക്വേഷൻ 1
നെക്സ്റ്റ് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് y/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 81. ഇവിടെ നമുക്ക് ഇക്വേഷൻ 2 ആക്കി എടുക്കാം. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് പറയാൻ പറ്റും? y എന്നുള്ള വാല്യൂ ഈക്വൽ ടു 20 മൈനസ് 2x ആണെന്ന് പറയാം അല്ലേ. സോ ഈ y ഈക്വൽ ടു 20 മൈനസ് 2x-നെ നമ്മൾ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ y എന്നുള്ള ടേം പോയി x എന്നുള്ള മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അപ്പോൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആ രൂപത്തിലും ചെയ്യാൻ പറ്റും. അവിടെ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് നമ്മൾ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് 20 മൈനസ് 2x/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 81. അപ്പോൾ ഇവിടെ നമുക്ക് 2 തമ്മിൽ കട്ട് ചെയ്യാം. നമ്മളിവിടെ 2 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 10ഉം ഇവിടെ വെറും എക്സ് മാത്രമായി. നമ്മൾ ഇക്വേഷൻ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 81. ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുക അല്ലേ. 10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 100 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 20x ഈക്വൽ ടു 81. അപ്പോൾ നമ്മൾ 81 എന്നുള്ളതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 100 മൈനസ് 81 ആവും വിച്ച് ഈസ് ഈക്വൽ ടു 100 മൈനസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 19. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എന്താവും? ഇവിടെ 2x സ്ക്വയർ ഉണ്ട്. സോ സ്ക്വയർ എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആവും. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് 20x പ്ലസ് 19 100 മൈനസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 19 ഈക്വൽ ടു 0 ആയി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആയി. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇക്വേഷൻ ആയതിപ്പോൾ 2x സ്ക്വയർ മൈനസ് 20x പ്ലസ് 19 ഈക്വൽ ടു 0. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. സോ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ച് ചെയ്യാം. ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഈ 2x സ്ക്വയർ മൈനസ് 20x പ്ലസ് 19 ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 19/2 ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ ആക്കി. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. കുറച്ചുകൂടി ഈസി ആവും. കാരണം നമ്മൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac ആകുമ്പോൾ എന്താവും? 4ac-ൽ ആ 2 തമ്മിൽ കട്ട് ചെയ്ത് പോയിക്കോളും. അതുകൊണ്ടാണ്. സോ ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് പോകുമ്പോൾ മൈനസ് ബി, അതായത് മൈനസ് ഓഫ് മൈനസ് 10 ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 10 സ്ക്വയർ മൈനസ് 10 സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് 4 × a × c 4 × 1 × 19/2 which is equal to 2 × 19 equal to 38/2a 2 × 1 which is equal to 2. So 10 plus or minus root of 100 minus 38/2. So x equal to 10 plus or minus root of ഇവിടെ ചെയ്യുമ്പോൾ 62 of 62/2. ഓക്കെ. സോ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇക്വേഷൻ 1-ൽ അല്ലേ, ഇവിടെ നമുക്കറിയാം വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 മൈനസ് 2x ആണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് x ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 62/2 അല്ലേ, റൂട്ട് ഓഫ് 62/2. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്താണ്? 20 മൈനസ് 2 ഇൻറ്റു 20 മൈനസ് 2x അല്ലേ, 20 മൈനസ് 2x ആണ്. അപ്പോൾ 20 മൈനസ് 2 ഇൻറ്റു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 62/2. സോ ഇവിടെ നമുക്ക് 2 കട്ടായി പോയി. നമ്മൾ ഇക്വേഷൻസ് എന്തായി? is equal to 20 minus 10 minus or plus root 62 is equal to 10 minus or plus root 62. Okay, y equal to 10 minus or plus root 62. So x y y y അല്ലേ, നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയി വൈൻ്റെ വാല്യൂ ആയി. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു 10 plus or minus root 62/2 into 10 minus or plus root 62. സോ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ടൈമിലാണ്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് എ സ്ക്വയർ 100 മൈനസ് ബി സ്ക്വയർ റൂട്ട് 62 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 62/2 100 മൈനസ് 62 വിച്ച് ഈസ് ഈക്വൽ ടു 38/2 equal to 90.
അപ്പോൾ ഈ നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്താലും സൊല്യൂഷൻ ഏരിയ ഈക്വൽ ടു 19 ആണെന്ന് കിട്ടും.